ശ്രീമദ് ഭാഗവതകഥാമൃതം നിത്യപാരായണം 41 ദിവസം. ബ്രഹ്മാവ് പ്രാർത്ഥിച്ചു: ഭഗവൻ, ഏറെക്കാലം തപസ്സനുഷ്ഠിച്ച് ഏത് ജ്വലിപ്പിച്ചാൽ ആ സത്യം വെളിച്ചപ്പെടുമോ അതിനെ ഉണർത്തിയാണ് അവിടുന്ന് മാത്രമേ ഉണ്മയായുള്ളൂവെന്ന് ഞാൻ അറിഞ്ഞത്. അവിടുന്ന് മായാമേഘപടലങ്ങളാലോ ഇച്ഛാമോഹങ്ങളാലോ അവൃതനല്ല തന്നെ. അവിടുത്തെ മായയുടെ ഘടകങ്ങളായ 3 ശക്തികളുടെ സന്തുലിതാവസ്ഥയ്ക്ക് ഇളക്കം തട്ടപ്പോൾ അവിടുന്ന് സ്വയം പലതായി കാണപ്പെടുന്നു. ആ ദിവ്യരൂപം എനിക്കിപ്പോൾ പ്രത്യക്ഷമായിരിക്കുന്നു. അതുപോലെ അനേകം രൂപങ്ങളായി അനിത്യങ്ങളായ ലോകങ്ങളിലേക്കിറങ്ങി വന്ന് ഭക്തർക്കും ആശ്രിതർക്കും പ്രാപ്യനായി സ്വയം നിലകൊള്ളുന്നു. അവിടുത്തെ പാതാരവിന്ദങ്ങളെ ആശ്രയിക്കുന്നവർക്ക് ഭയമോ മായാമോഹമോ ഉണ്ടാകുന്നതല്ല. സമ്പത്തിനാലും സുഹൃത്തുക്കളാലും ഗൃഹത്താലും ഒരുവന് ഭയം, ദുഃഖം, സംഘം, അത്യാഗ്രഹം എന്നിവ ഉണ്ടാവുകയും അവകളിൽ വൃഥാഭിമാനം ഉണ്ടാവുകയും ചെയ്യുന്നു. ഭഗവത്പാദത്തിൽ അഭയം ലഭിക്കും വരെ ഇത് കൊടും ദുഃഖത്തിന് കാരണമാകുന്നു. തുടർച്ചയായി ഭഗവത് കാര്യങ്ങളിൽ ഏർപ്പെട്ട് പൂജ, കീർത്തനം, ഭഗവത് മഹിമാകഥനം ഇവയിൽ മുഴുകി ആ പാതാരബന്ധങ്ങളിൽ പ്രേമത്തോടെ ജീവിക്കുന്നവർക്ക് അവിടത്തോട് ഒന്നു ചേരാൻ കഴിയുന്നു. ഇന്ദ്രിയങ്ങളുടെ മായാശക്തിയാലും ശ്രദ്ധയെ വികേന്ദ്രീകരിക്കാനുള്ള കഴിവിനാലും അവിടത്തോട് വിഭിന്നനായി തോന്നുന്നിടത്തോളം കാലം അന്തമില്ലാത്ത ജനന മരണചക്രത്തിൻ്റെ പിടിയിൽ നിന്നും ഒരുവന് മോചനമില്ല തന്നെ. ഇത് ഉണ്മയല്ലെങ്കിലും ദുഃഖഹേതുവത്രേ. അവിടുത്തെ മഹിമ അപാരം തന്നെ. ആ സവിധത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴി കാട്ടിത്തരുന്നതും അവിടുന്ന് തന്നെ. അവിടുത്തെ കഥകൾ കേൾക്കുകയാണ് ആ വഴിയിലെത്തിച്ചേരാനുള്ള മാർഗം. ഭക്തിയാൽ പരിശുദ്ധമാക്കപ്പെട്ട ഹൃദയങ്ങളിലാണല്ലോ അവിടുന്ന് നിവസിക്കുന്നത്. ഭക്തഹൃദയങ്ങളിലും ബോധമണ്ഡലത്തിലും അങ്ങയെ സ്മരിക്കുന്ന അതേ രൂപഭാവങ്ങളിൽ ദർശനം നൽകി അങ്ങ് അവരെ അനുഗ്രഹിക്കുന്നു. ഭഗവൻ, അവിടുന്ന് ക്ഷിപ്രപ്രസാദിയത്രേ. ആഡംബരപ്രദമായ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുള്ളതിനേക്കാൾ സഹജീവികളോട് കരുണ കാണിക്കുന്നവരോടാണ് അവിടത്തേക്ക് പ്രിയം. അവിടുന്ന് സ്വയം പല രൂപഭാവങ്ങളോടെ ഇവിടെ നിലകൊള്ളുന്നതായി കാണുന്നു. ചരാചര നിർജീവജാലങ്ങളുടെ അസ്തിത്വത്തിനടിസ്ഥാനം അങ്ങാണല്ലോ. ലോകത്തിൻ്റെ സൃഷ്ടികർത്താവ് എന്ന നിലയിൽ എന്നിൽ അഹംഭാവമുദിക്കാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഭഗവാൻ പറഞ്ഞു: എൻ്റെ മഹിമയാൽ തന്നെയാണ് നിങ്ങൾ തപസ്സനുഷ്ഠിച്ച് സൃഷ്ടിശക്തി ഉണർത്തിയത്. ബ്രഹ്മാവേ, നിങ്ങൾ ധ്യാനനിരതനായി എന്നെ തിരഞ്ഞപ്പോൾ ഹൃദയത്തിൽ പ്രത്യക്ഷനായതും ഞാനാണെന്നറിഞ്ഞാലും എല്ലാറ്റിനും എന്നെ ദർശിക്കുന്നവന് മായാമോഹ ബന്ധനത്തിൽ കഷ്ടപ്പെടേണ്ടി വരികയില്ല. ആത്മാവ് ഇന്ദ്രിയങ്ങളോടോ പഞ്ചഭൂതങ്ങളോടോ ബന്ധിക്കപ്പെട്ടിരിക്കുന്നില്ല എന്നറിയുകയും അതുമാത്രമാണ് ഉണ്മ എന്ന് സാക്ഷാത്കരിക്കുകയും ചെയ്യുന്നവൻ മുക്തനത്രേ. എല്ലാവിധത്തിലുള്ള പൊതുജനസേവയും ആത്മീയ കാര്യങ്ങളും എന്നെ ലക്ഷ്യമാക്കിയാണെന്ന് അവൻ മനസ്സിലാക്കുന്നു. ഇപ്പോഴുള്ള ഈ മനഃശാഞ്ചല്യം മാറ്റി എൻ്റെ ഇച്ഛപ്രകാരമുള്ള സൃഷ്ടികർമ്മം തുടങ്ങിയാലും. ശ്രീമദ് ഭാഗവതകഥാമൃതം നിത്യപാരായണം 41 ദിവസം സമാപ്തം.